സ്വാമിയേ ശരണമയ്യപ്പ. ആചാരാനുഷ്ഠാനങ്ങൾ കാലോചിതമായിട്ട് മാറ്റപ്പെടണം എന്നുള്ളത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്താണ്? പടിപൂജയോ അതല്ലെങ്കിൽ കളഭമോ ലക്ഷാർച്ചനയോ സഹസ്രകലശോ അഷ്ടാഭിഷേകമോ ഉദയാസ്തമന പൂജയോ ഉഷപൂജയോ ഉച്ചപൂജയോ ഒന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നെയ്യഭിഷേകമാണ്. ആ നെയ്യഭിഷേകമാണ് എന്ന് പറയാൻ കാരണം വ്രതാനുഷ്ഠാനത്തോടു കൂടിയ ഒരു വ്യക്തി ഒരു വെള്ളമുള്ള നാളികേരം, വെള്ളമില്ലാത്തതല്ല, കൊട്ടത്തേങ്ങയല്ല, വെള്ളമുള്ള ഒരു നാളികേരം അതിൻ്റെ കണ്ണുള്ള ഭാഗം പൊളിച്ച് വെള്ളം മുഴുവനും കളഞ്ഞ് അതിൽ തൻ്റെ ജീവൻ്റെ തന്നെ പ്രതീകമായിട്ട് നെയ്യെ അർപ്പിക്കുകയാണ്, നെയ്യ് നിറയ്ക്കുകയാണ്. ആ നെയ്യ് നിറച്ച് കോർക്കിട്ട് അടച്ച് അത് ഇരുമുടിക്കെട്ടിൽ വെക്കുകയാണ്. ഇതോടൊപ്പം എത്രയോ സാധനങ്ങൾ നിങ്ങൾക്ക് പൂജാ സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടുനിറ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കർപ്പൂരം, ചന്ദനത്തിരി, അതുപോലെ തന്നെ കളഭം എന്ന് വേണ്ട പല 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 സാധനങ്ങൾ അത് ഒരു ലിസ്റ്റാക്കിയിട്ട് ഇന്ന് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒന്നാണ് കെട്ടുനിറയിൽ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവനും. അതിൽ നെയ്യ് ഒഴിച്ച് നിങ്ങൾക്ക് ആചാരത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അല്പം അരിയിടാം. അതുപോലെ തന്നെ നാണയമോ അതുപോലെ കാണിപ്പൊന്നോ നിങ്ങൾ ഇട്ടോളൂ. വേറെ ഒന്നും തന്നെ ഈ കെട്ടിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയാൻ കാരണം കൊണ്ടുപോകുന്നവർക്കറിയാം എത്ര എണ്ണം നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാധനമൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. എല്ലാം ഭണ്ണാരം നിറച്ചും അതിൽ ഓരോരുത്തർ വയ്ക്കും. ചിലർ അവിലും മലരും കൊണ്ടുപോകും. ഒരു തവണ ഈ അവിലും മലരും ഒക്കെ കൊണ്ടുപോയതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഭരണപരിഷ്കാരം എന്നുള്ള നിലക്ക് ചേർത്തിട്ട് അവിടെ വരുന്നവർക്ക് മുഴുവനും കൊടുക്കാം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ എടുക്കാൻ നോക്കിയിരുന്നു. തീരുമാനം ഉണ്ടായോ എന്നറിയില്ല, എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അത് പ്രാക്ടിക്കലല്ല എന്ന് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പറഞ്ഞു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 30 ദിവസം ഒക്കെ നടന്നു വരുന്നവരുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും 10, 30, 40 ദിവസം നടന്നിട്ട് വരുന്നവരുണ്ട്. ഇവർ കൊണ്ടുവരുന്ന ഈ അവിലും മലരും എത്ര ദിവസം ഈ കെട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാവും? അപ്പോൾ ഇത്രയും അധികം പഴക്കം വന്നിട്ടുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ എന്തു ചെയ്യും? അത് പരാതിക്കിടയാവുന്ന മാത്രമല്ല പകർച്ചവ്യാധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ കൊണ്ടുവന്നവർ തിരിച്ചു കൊണ്ടുപോവോ? അതും കൊണ്ടുപോവില്ല. നിങ്ങൾ ഈ ഇട്ട് നിറയ്ക്കുന്ന ഓരോ ഭണ്ണാരും അരിയിടാനും ഇടാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളിട്ട് നിറയ്ക്കുന്നത് നിങ്ങളിട്ടിട്ട് പോവല്ലേ ചെയ്യുന്നുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഞാൻ 1 വർഷം കണ്ടതാണ്. ആ ഭണ്ണാരത്തുനിന്ന് മുഴുവനും കുരങ്ങനും മറ്റുമൊക്കെ എടുത്തിട്ട് ശർക്കരയും അവിലും മലരും ഈ ചന്ദനത്തിരിയും ഒക്കെ വലിച്ചു വാരി അവിടെ ഇവിടെ വൃത്തിയാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്നിട്ട് കഴിഞ്ഞാൽ അഥവാ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ മാളിയപ്പുറത്തേക്ക് പോകുന്ന വഴിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഈ വന്യമൃഗങ്ങൾ വരുന്നത് തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് നോക്കും. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേരേ അവിടെയുള്ളൂ. ഞങ്ങൾക്കിത് കൂട്ടമായി വരുന്നത് എന്തിനാ? നിങ്ങൾ കൊണ്ടിട്ടുള്ള ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങളെ ആക്രമിക്കുക. എൻ്റെ മൊബൈലേ ഒരു കുരങ്ങൻ എടുത്തു കൊണ്ടുപോയിട്ട് ഗാർഡൊക്കെ അതിൻ്റെ പിന്നാലെ ഓടി അവസാനം അതിന് കവറുള്ളത് കൊണ്ട് കുരങ്ങൻ എന്ത് ചെയ്തു? കവർ ഊരിയിട്ട് മൊബൈൽ ആടിയിട്ട് ഓടി. അതുകൊണ്ട് എനിക്ക് മൊബൈൽ കിട്ടി. അതല്ലെങ്കിൽ അതും കിട്ടില്ല. നോക്കൂ, ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടിടുന്ന ഇതുകൊണ്ട് മറ്റു മൃഗങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ കുരങ്ങനെ പോലുള്ളവർക്ക് വരുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നും നേദിക്കുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് കാലം ഒരുപാട് മാറി. അതുകൊണ്ട് ഇന്ന് ശബരിമലയിലേക്ക് നിങ്ങൾ നെയ്ത്തേങ്ങയും അരിയും നാണയവും കാണിപ്പൊന്നും കൊണ്ടുപോയിക്കോളൂ. നിങ്ങളിടുന്ന അരി ഒന്നുമില്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ കുറേ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കെങ്കിലും കിട്ടുന്നുണ്ട്. അത് അന്നദാനത്തിനും കുറേയൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും കൂട്ടിക്കലർന്ന അരി ആയതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ 18 വർഷം കഴിഞ്ഞവർ കൊണ്ടുപോകുന്ന തേങ്ങ, തൈത്തേങ്ങ 18ാം വട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടെ
ഒരു പരിധിക്കപ്പുറത്തേക്ക് വരുമ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ എല്ലാവരും ചെയ്യും. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഇതൊന്നും ചെയ്യരുതെന്നല്ല, നിങ്ങൾ വാങ്ങിക്കരുതെന്നല്ല. നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ടത് ശബരിമല എന്ന് പറയുന്ന ഒരു കാനന ക്ഷേത്രത്തെ ആശ്രയിച്ചുകൊണ്ട് കേരളം മാത്രമല്ല, തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക, എത്രയോ സ്റ്റേറ്റിലെ പാവപ്പെട്ട കച്ചവടക്കാർ ജീവിക്കുന്നുണ്ട്. ഈ ഒരു സീസൺ വെച്ചിട്ടും ഈ ഇതുപോലുള്ള പൂജാദ്രവ്യങ്ങൾ വിറ്റിട്ടും. അപ്പം ഞാനിത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പം ഇവർക്ക് മുഴുവനും അടിയാവില്ലേ? അതില്ല, നിങ്ങളിത് വാങ്ങിക്കണം. ഈ കച്ചവടക്കാരൊക്കെ ജീവിക്കട്ടെ. നിങ്ങളാ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ നാട്ടിലെ അമ്പലങ്ങളിലായിക്കോട്ടെ. 41 ദിവസം വ്രതെടുക്കുമ്പോൾ നിങ്ങൾ ഏതേത് അമ്പലങ്ങളിൽ തൊഴുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളിത് കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ കൊടുക്കൂ. അപ്പോൾ അവർക്കൊരു വരുമാനമായി, അവർക്ക് ആ ക്ഷേത്രത്തിനൊരു ഗുണം കിട്ടി, കച്ചവടക്കാർക്ക് ഗുണം കിട്ടി. മാത്രമല്ല, നിങ്ങൾ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഗുണം എന്താ ചെയ്യുന്നത് അറിയോ? പുണ്യമായ പവിത്രമായ പൂങ്കാവനെന്നാണ് നമ്മൾ ഓരോരുത്തരും പറയണത്. ഓരോ ഭക്തന്മാരും ആ പൂങ്കാവനം പവിത്രമാണെങ്കിൽ ഞാൻ കാരണം മലിനമാവുന്നില്ലല്ലോ. അത് മലിനമാകാതെ കണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് എന്താ, അവിടത്തേക്ക് കൊണ്ടുപോകുന്ന പൂജാ സാധനങ്ങളുടെ മുഴുവൻ പ്ലാസ്റ്റിക് ഇല്ലേ? അതില്ലേ? ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ വൃത്തികേടാവുമെന്ന് എഴുതിയിട്ട് ഞാനും കൂടെ ഒന്ന് തുപ്പലാണോ? അത് മാന്യതയല്ലല്ലോ. നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര ഭക്തന്മാർ മാലിന്യം ആകാത്ത വിധത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവശ്യം വേണ്ടത് മാത്രം നിറച്ചുകൊണ്ട് ശബരിമലയിലേക്ക് വരിക. അതായിരിക്കും അയ്യപ്പസ്വാമിക്കും ഏറെ ഇഷ്ടം. സ്വാമിയേ ശരണമയ്യപ്പ.